സുജാതേ, സുജാതേ. ആ ഏട്ടാ, ദാ വന്നു. എന്റെ മുണ്ടി മൊത്തം ചുളിവാണല്ലോ. ഞാൻ തേച്ചു മടക്കി വെച്ചതായിരുന്നല്ലോ. തേച്ചു. ദേ 1 2 3 ഇതിൽ മൊത്തം ചുളിവാ. വേറെ മുണ്ട് എടുത്തോണ്ട് വാ. ആ ശരി ഏട്ടാ. സുജാതേ, സുജാതേ. ആ ഏട്ടാ. കഴിക്കാനൊന്നും ആയില്ലേ? ആ ഏട്ടാ, ഇപ്പൊ ആകും. ആകും. ഒന്നും സമയത്തിയില്ല. ഞാൻ വേഗം കൊണ്ടുവരാം. നിനക്കിവിടെ എന്താ പണി? സുജാതേ, എടി സുജാതേ. ആ വരുന്നു. ഞാനെന്തോ പറയാൻ വന്നു, മറന്നുപോയി. ഇനി ഓർമ്മ വരുമ്പോ വിളിക്കാം. സുജാതേ, സുജാതേ, എടി സുജാതേ. ചത്തൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എവിടെ പോയി കിടക്കാണ്? സുജാതേ, ഇതാ വരുന്നു. ഓ, ജീവിച്ചിരിപ്പുണ്ടല്ലേ? വിശന്നിട്ട് എന്റെ വയറിനെ തന്തയ്ക്ക് വിളിച്ചു തുടങ്ങി. നെയ്യപ്പം മാത്രമേ ഉള്ളോ? അല്ല, സമൂസ ഉണ്ട്. ഓ, അതിഞ്ഞ് നടന്നു വരുമോ? കൊണ്ടുവരാം. അതും കൂടി കൊണ്ടുവന്നാൽ നന്നായിരുന്നു. അല്ല, അതും കൂടി കൊണ്ടുവരാൻ. അതാ മനസ്സിലായില്ലല്ലോ. ചെങ്ങന്നൂന്നാ സുജാതച്ചിയുടെ വീടല്ലേ? അല്ല, ഇതെന്റെ വീടാ. സുധീരണ്ണ എന്നെ മനസ്സിലായില്ലേ? ഞാൻ സുജാത ചേച്ചിയുടെ കൂട്ടുകാരി സീതയുടെ അനിയൻ. സീതയോ? കുമാരേട്ടന്റെ മോൾ സീതയോ? ആ. സുജാതേ, ഓ, നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. അല്ല, ആരിത്? സീതയുടെ അനിയനാ? വാ, കേറി വാ. ആ ചേച്ചി, നിനക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയാലേ? നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ ചെക്ക. സീതക്ക് സുഖല്ലേ? ആ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. നീ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. അല്ല, സീതയുടെ ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടല്ലോ. പുള്ളിക്കാരൻ ഇപ്പോഴും കിടപ്പിൽ തന്നെയാണോ? ഏയ്, അളിയൻ ഇപ്പൊ പഴയതിലും ഉഷാറാ. ഓ, സീതയുടെ വന്നതിന്റെ ഉദ്ദേശം? അത് പിന്നെ എന്റെ ജോലി എടാ, നിനക്ക് സമൂസ വലിയ ഇഷ്ടല്ലേ? പണ്ട് എന്ത് കൊതിയായിരുന്നു സമൂസക്ക്. നീ ഇത് മൊത്തം കഴിച്ചിട്ട് പോയാ മതി കേട്ടാ. സീതയുടെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എന്റെ ജോലി പോയി. അപ്പൊ വേറെ ജോലി അന്വേഷിച്ചിട്ടാണ് കിട്ടിയില്ല. വീട്ടിലെ കാര്യമൊക്കെ ആകെ കഷ്ടത്തില്ല. അങ്ങനെ ഞാനൊരു തട്ടുകട നടക്കാതെ വിചാരിച്ചിട്ടുണ്ട്. ആ, തട്ടുകട നല്ല പരിപാടിയാ. നിനക്ക് ചായയൊക്കെ അടിക്കാൻ അറിയോ സീതടനിയാ? ആ, നന്നായിട്ട് പാചകം ചെയ്യാനും അറിയാം എനിക്ക്. 12 മണിക്കൂർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അതിന് പോയാ രാവിലാവുമ്പോഴേക്കും ആദ്യത്തെ ചായ അടിക്കാം. മോൻ ചായ കുടിച്ചില്ലല്ലോ, ചായ കുടിക്ക്. കുടിക്ക്. എടന്നിട്ട് തട്ടുകട എവിടെ തുടങ്ങണേ? സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കാശൂടെ സെറ്റ് ആവാനുണ്ട്. അപ്പൊ ചേച്ചിയാ പറഞ്ഞത് സുജാത ചേച്ചി പാവാ, സുജാത ചേച്ചി എന്താണെങ്കിലും സഹായിക്കുന്നു. അതിന് സുജാതയ്ക്ക് ജോലിയൊന്നുമില്ലല്ലോ സീതടനിയാ. നിങ്ങളിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഭക്ഷണം കഴിക്കല്ലേ, ചുമ്മാരിക്കേ. ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കയ്യിന്ന് വിട്. ഒന്ന് വന്നേ ഇങ്ങോട്ട് മനുഷ്യ. എടി, കയ്യിന്ന് വിട്. കാര്യം എന്താന്ന് പറയുന്നേ? ഇവളെ കൊണ്ട് തോറ്റ്. കയ്യിന്ന് വിട് സുജാതേ. ദേ, കാശ് കൊടുക്കാനാണെങ്കിൽ നടക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾക്കറിയാലോ ഞാനും സീത തമ്മിലുള്ള ബന്ധം. അവളുടെ ഒരു സീത എനിക്ക് പണ്ടേ കുടുംബത്തെ കണ്ടെടുത്ത കണ്ടുകൂടാ.
അഹങ്കാരികൾ. എന്നെ വിശ്വസിച്ച് സീത പറഞ്ഞു വിട്ടതാ, കാശ് കൊടുക്കാതെ പറ്റൂല. നീ വല്ല ഉണ്ടാക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടോ ഇവിടെ? പോയി രാത്രിക്കുള്ള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. ആഹാ, പണ്ട് നിങ്ങൾ അവിടെ പിന്നാലെ നടന്നിട്ടേ അവക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടും അവളുടെ വീട്ടിൽ പോയി പെണ്ണി വെച്ചിട്ട് അവളുടെ അച്ഛനെ ഇറക്കി വിട്ടതിന്റെ ദേഷ്യല്ലേ നിങ്ങൾക്ക്? ഇനി നീ ഒന്ന് വാതിർന്നാ അറിയാലോ എന്നെ. അവളുടെ അച്ഛന് ബോധം ഉണ്ടായിരുന്നു, എന്റെ അച്ഛന് കുറച്ച് കുറവായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊരു വിത്തുവാളനെ എന്റെ തല കെട്ടി വെക്കുവോ? നീ എന്താണ് പറഞ്ഞ? എന്നെ തൊട്ട തലമണ്ടി അടിച്ചു പൊളിക്കും ഞാൻ. സുജാതെ, കൊറേ നാളായി മര്യാദ കാശ് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അലമാരിക്ക് സ്വർണ്ണം ഞാൻ എടുത്തു കൊടുക്കണോ? നീ ചെക്ക് താഴ്ത്തു വയ്ക്ക്, പൈസ നമുക്ക് കൊടുക്കാം. ഉറപ്പാണോ? ഉറപ്പ്, ഉറപ്പ്. നീ പോയി അവനോട് സംസാരിച്ചിരിക്കെ, ഞാൻ പൈസ ആയിട്ട് ഞാൻ വരാം. ചെല്. അല്ല, നീ ഇതൊരു ചായ ഒന്നും കുടിച്ചില്ലേ? കുടിച്ചോണ്ടിരിക്കുക ചേച്ചി. ആ, ആളീ കാണുന്ന മുരട്ടെ സ്വഭാവമേ ഉള്ളൂ, അകം വെറും പൊള്ളേടാ. കാശ് ഇപ്പൊ തരൂട്ടാ. എത്ര നാളായിന്നറിയോ ഞാൻ സീതേനെ കണ്ടിട്ട്. മോൻ തട്ടടയൊക്കെ നന്നായിട്ട് നോക്കണട്ടാ. ആ ചേച്ചി, ഞാൻ നന്നായിട്ട് തന്നെ നോക്കും. ആ, ഇതാ താൻ തന്നെ കൊടുത്തേക്ക്. എന്താടാ സന്തോഷായില്ലേ? നല്ല അത്രയൊക്കെ പൂശിയിട്ടുണ്ട്. ആ, അത് നല്ല മണമുണ്ട് ഇതിന്. സൂക്ഷിച്ചു കൊണ്ടുപോകണം, കള്ളന്മാരൊക്കെ ഉള്ളതാ. ആ, കള്ളന്മാരൊക്കെ ഉള്ളതാ, സൂക്ഷിച്ചു കൊണ്ടുപോകണട്ടാ. ഞാൻ എന്നാ ഇറങ്ങട്ടെ. പിന്നെ സീതനോട് അന്വേഷണം പറഞ്ഞേക്ക്. ആ, പറയാം. ഞാൻ എന്നാ പോകട്ടെ ഊണ് ചേച്ചി. വെച്ചിട്ട് പോടാ. അല്ലേ ചേച്ചി, ഇപ്പൊ ഇറങ്ങിയ വൈകുന്നേരത്തിന് മുമ്പേ അവിടെ എത്താൻ പറ്റും, അതുകൊണ്ടാ. ഇറങ്ങട്ടെ ആയിക്കോട്ടെ ചേച്ചി. ശരി. ഹലോ ഹലോ. എടാ കിട്ടി. അടിപൊളി. ആ കിട്ടി. എടാ, ഞാൻ ചേച്ചിയുടെ ഒരു മാലയും ഒരു മോതിരവും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഓ എടാ, ഇതൊരു 50 ഉണ്ടാവാതിരിക്കത്തില്ല. ഞാനേ ചേച്ചിയുടെ സ്നേഹം അങ്ങ് വിറ്റു, ഒന്നും നോക്കിയില്ല. അപ്പൊ നമ്മുടെ കയ്യില് മൊത്തം 10 ലക്ഷമായി. ഇനി പോലീസ് പിടിക്കണേന്റെ തന്നെ കേരളം വിടാം. സെറ്റ്. അപ്പളേ ഈ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വാ. ഞാൻ ബാങ്കിലേക്ക് കയറുന്നു, അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നു, എന്നിട്ട് കാറ്റുപോലെ പാറി വന്ന് കട്ടെടുത്ത് പാഞ്ഞു കിതകിതച്ച് ചിറകടിച്ച് ചിതറിയോടി മൂടനായി പാഞ്ഞെടുത്ത പ്രാണി പോലെ പ്രാണനെ പടച്ചു വിട്ട് വിറവിറച്ച് വലവിരിച്ച് വിളറിയോടി ഭ്രാന്തനായി മാറണം കുചേലവാസം വാഴണം കുബേരനായി തീരണം ദുരന്തകാലം വിലസനമിനി താരമായി കാതുകൾ വിരിച്ചു വച്ച് കണ്ണുകൾ തുറിച്ചു നോക്കി ചിറകുകൾ കുടഞ്ഞു വീശി കേറി വന്ന് പടയൊരുക്കി. Don't you know that I'm the king with great across more than you wing? Have you thought of catching me, bitch? Feel my dick inside your brain. Eat my shit and wipe my ass. Make my coin and spare your ass. Don't try to have mine in your hand. The gold is mine. Go back to land. Eat a border. Eat a border. തുറിച്ചു നോക്കിയ കണ്ണുകൾ ഉടച്ചിടും തരിമ്പിനാൽ വിരിച്ചു വച്ച കാതുകൾ അരിഞ്ഞിടും കടാരയാൽ പടയൊരുക്കി കേറിവ ചിറകു വീശി പാറിവ പാഞ്ഞു വന്നു കട്ടെടുത്ത പൊൻപണം തിരിച്ചുതാ. ഹലോ മിസ്റ്റർ ടോണി. പ്രതീക്ഷിച്ചില്ല അല്ലേ? എത്ര നാളായാലേ കണ്ടിട്ട്, എത്ര കാര്യങ്ങൾ പറയാണ്ട്. വന്നേ ചോദിക്കട്ടെ. അപ്പം ഇതാണ് നിൻ്റെ താവളം അല്ലേ? കണ്ടുപിടിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു, പക്ഷെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ എപ്പോഴാണ് പുറത്തിറങ്ങി? ഞാൻ 1 മാസം ഇറങ്ങിയിട്ട്. എൻ്റെ സെൽമേറ്റ് റെഡ്ഡി
അവനിക്കൊരു വർക്ക് തന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ബാംഗ്ലൂരായിരുന്നു. വരണ്ടെണ്ണം അടിക്കളിയാ. പിന്നെ നാട്ടിൽ വരുമ്പോൾ വേണ്ടപ്പെട്ടവരെ കാണണമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഡാ, നീ എന്നാടാ ഒരുമാതിരി പ്രേതത്തെ കണ്ടുമാരിക്കുന്നു? വരണ്ടെണ്ണം അടിക്കാടാ. എന്നാലും നീ എന്നെ പോലീസിന് ഇട്ടെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് വീട്ടളിയാ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ വന്നെന്തിനാ? രണ്ടെണ്ണം അടിക്കാൻ. ഇപ്പം രണ്ടെണ്ണം അടിക്കുക, സന്തോഷിക്കുക. ഓക്കെ, അളിയതടിച്ചേ അടി. പക്ഷെ എൻ്റെ ഒരു കൊല്ലം. ഞാൻ വിഷമൊന്നും ചെറുക്കൂലളിയാ. പണിയുണ്ടെങ്കിൽ നേരിട്ട് അതറിച്ചാണ്ട ശീലം. അളിയും കുടിക്ക്. തീ ഉണ്ടളിയാ? അകത്തുണ്ട്. എൻ്റെ പൊന്നളിയാ, നീ എന്തിനെങ്ങനെ പേടിക്കണേ? തീ എടുത്തിട്ട് വരുമോ? ഇത് വലിക്കാനായിരുന്നു. ഒന്ന് പോടാ. ചേട്ടൻ 50-50 ഡീലാണോ? ഡീൽ. എന്തുപറ്റിടാ? അത് പോട്ടടാ, പൈസയല്ലേ, അത് തരാവുന്നല്ലേ ഉള്ളൂ. ഞാൻ ഇനിയും തരാം. പോട്ടടാ, ഞാൻ ഇനിയും തരാം. വാ പോട്ടടാ, പോട്ടെ. വാ, സാരമില്ല, കരയണ്ട. Chaga na venella, chaga na poret,
നീ കഴിക്കേ, ഞാൻ പൈസ എടുത്തിട്ട് വരാം. ആ ആ. ഡാ ഇത്തിരി ചോറ് ഇട്ടെ. വേണ്ട ചേച്ചി, നിറഞ്ഞു ചേച്ചി. നീ കഴിക്കട്ടാ. ആ ചേച്ചി. Thank you.